ജിയോണും ഉൺഹോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും ഒരുപാട് ഞെട്ടിയൊക്കെ നിൽക്കുകയാണ്. പക്ഷേ ഗ്യൂറമിന് അത്രയ്ക്ക് ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം രാത്രി അവൾ ഓഫീസിലേക്കൊക്കെ മടങ്ങിയെത്തിയ സമയത്ത് എന്തോ ഒരു ശബ്ദമൊക്കെ കേട്ട് അവൾ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ആരെയും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും പിന്നീട് ഒന്നും കൂടി നോക്കുമ്പോഴത്തേക്കും ഒരു റൂമിലൊക്കെ ഉൺഹോയും ജീവനും ഒളിച്ചിരിക്കുന്നതൊക്കെ ഗ്യൂറമിന്റെ ശ്രദ്ധയിലും പെടുന്നു. എങ്കിൽ പോലും അവളും ഒന്നും കണ്ടില്ല എന്നൊക്കെ ഉള്ള ഭാവത്തിലൊക്കെ പോകുന്നു. ശരിക്കും അവളൊന്നും കണ്ടു കാണുകയില്ല എന്നൊക്കെയായിരുന്നു ജീവനും ഉൺഹോയും പോലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. നിനക്ക് എന്നോടെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ കിം ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയൊക്കെ പറയുകയായിരുന്നെങ്കിൽ അത് റൂമറായി മാറുന്നതായിരിക്കും. ഞാനും അങ്ങനെ റൂമേഴ്സ് ഒന്നും പടർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയാണ് ഗ്യൂറും പറയുന്നത്. ഈ ഒരു സമയത്ത് ക്വാങ്ഹി ക്യുങ്ഹയുടെ കൈയൊക്കെ പിടിക്കുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവൾ അതിനെ സമ്മതിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ കിമ്മും ഗ്യൂറിമും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരും ആരും തന്നെ ഒന്നും അറിയുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതുപോലെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനി വേറെ ഏതെങ്കിലും കപ്പിൾസ് ഒക്കെ നമ്മുടെ ഓഫീസിൽ ഉണ്ടാകുമോ എന്നൊക്കെ ഗ്യൂറും അവരെ കൊള്ളിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നു. പിന്നീട് ഗ്യൂറുമും കിമ്മും പോയതിനു ശേഷം നമുക്കും നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞാലോ, ഇത് നല്ലൊരു സമയമല്ലേ എന്നൊക്കെ ക്യൂഹ പറയുന്നുണ്ടെങ്കിൽ പോലും ക്വാങ്ഹിയും പിന്നീട് അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. കിൻഡർ ഗാർഡനിലുണ്ടായിരുന്ന രണ്ടമ്മമാര് സ്യോചുണിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് സ്യൂഹുൺ അവന്റെ ശരിക്കുമുള്ള അമ്മ അല്ല എന്നൊക്കെ പറയുകയാണ്. പക്ഷെ ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് മുത്തശ്ശിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നിന്റെ മകനല്ലായിരുന്നോ കഴിഞ്ഞ ദിവസം സോജുണ്ടേത് ഹാഫ് ഫാമിലി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നീ ഇതുപോലെയൊക്കെയാണ് സംസാരിക്കുന്നത് അല്ലേ? അത് കേട്ടിട്ടല്ലേ കുട്ടികളും ഓരോന്നൊക്കെ പറയുന്നത്. ഒരു കുട്ടിക്ക് ജന്മം നൽകിയത് കൊണ്ട് മാത്രം അമ്മയൊന്നും ആവുകയില്ല. കുട്ടികളെ നല്ല രീതിക്കൊക്കെ പഠിപ്പിച്ചു വേണം വളർത്തുവാൻ. നീയും കുട്ടീനെ നല്ല രീതിക്കൊന്നും ആയിരുന്നില്ല പഠിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും ആകെ ഇമോഷണൽ ആകുന്നു. ഈ ഒരു സമയത്ത് ടീച്ചർ ഇടപെട്ടിട്ടാണ് ആ ഒരു വഴക്കൊക്കെ തീർക്കുന്നത് പോലും. അമ്മ ആകെ വിഷമിച്ചിരിക്കുകയാണെന്നുള്ള കാര്യമെല്ലാം തന്നെ സിഹുണും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിയോജുൺ ഒരു കാര്യങ്ങളും അറിഞ്ഞില്ലല്ലോ, പിന്നെ അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്, ഇതൊന്നും തന്നെ ഒരു പ്രശ്നമേ അല്ല എന്ന രീതിക്കൊക്കെയാണ് സിഹുൺ സംസാരിക്കുന്നതെങ്കിൽ പോലും ഇന്ന് അവൻ ഒന്നും കേട്ടില്ല, സമ്മതിച്ചു. പക്ഷെ നാളെ ആരെങ്കിലും പറയുന്നതൊക്കെ അവൻ കേട്ടാലോ? ഒരിക്കലും മറ്റൊരാളിൽ നിന്നും ആയിരിക്കരുത് അവനും സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ എത്രയും വേഗം അവനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ടുണ്ട് എന്ന് സിഹുന്റെ അടുത്തേക്ക് അമ്മയും പറഞ്ഞു കൊടുക്കുന്നു. അന്ന് രാത്രി കഥ കേട്ടുറങ്ങുവാനായിട്ട് സ്യോജുണും സുഹുന്റെ അടുത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അവളും അവനോട് ശരിക്കും നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. എനിക്ക് വളരെ നല്ലൊരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ആ ചേച്ചി വിവാഹം കഴിച്ച് ചേച്ചിക്ക് ഒരു കുട്ടിയും ഉണ്ടായി. പക്ഷേ ആ ചേച്ചി ഇപ്പോൾ ഉള്ളത് സ്വർഗത്തിലൊക്കെയാണ്. എങ്കിൽ പോലും ചേച്ചി പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് നൽകിയ ഒരു ഗിഫ്റ്റാണ് നീ എന്നൊക്കെ ആയിരുന്നു സിഹുണും അവനോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അത് കൂടാതെ കുട്ടിക്കാലത്തെ ഒരു വീഡിയോ ഒക്കെ സിഹുണും മകന് കാണിച്ചൊക്കെ കൊടുക്കുന്നു. ഈ ഒരു സമയത്ത് ഇതാണ് നിന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ട് ശരിക്കുമുള്ള അച്ഛനെയും അമ്മേനെയും അവൾ പരിചയപ്പെടുത്തിയും കൊടുക്കുന്നു. പണ്ട് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചതായിരുന്നു. അങ്ങനെയാണ് അവർ സ്വർഗത്തിലേക്ക് പോയതും. എങ്കിൽ പോലും നീ എപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അവരും ഓർമ്മകളായിട്ടൊക്കെ നിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. നിന്നെ അവരും സ്വർഗത്തിൽ നിന്നുമൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ സിഹുൺ പറയുമ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് രണ്ടമ്മമാരാണ് ഉള്ളതെന്നൊക്കെ അവനും ചോദിക്കുന്നു. ഇത്രയും കാലം അവനെ നന്നായി തന്നെ വളർത്തിയതിന് സിഹുന്റെ അടുത്ത് അവൻ നന്ദിയും പറയുകയാണ്. ജയ്ഹൂൺ ടീച്ചറിനെ കാണുവാനായിട്ടൊക്കെ കിൻഡർ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ടീച്ചറുടെ അടുത്ത് സിഹുന്റെ ബുക്കൊക്കെ ഇരിക്കുന്നത് അവന്റെ ശ്രദ്ധയിലും പെടുന്നു. ഞാനും ഇതിനു മുമ്പ് സിഹുനെ 2-3 തവണയൊക്കെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ജയ്ഹൂൺ പറയുമ്പോഴത്തേക്കും നേരത്തെ കുട്ടിയുടെ കാര്യത്തിൽ മുത്തശ്ശിയും അതുപോലെ തന്നെ വേറെ അമ്മമാരും തമ്മിൽ വഴക്കുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ജയ്ഹൂണിനെയും ടീച്ചർ അറിയിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവനും അവിടെ നിന്നും ഇറങ്ങുമ്പോഴത്തേക്കുമായിരുന്നു സിഹുന്റെ ഒരു മെസ്സേജ് ഒക്കെ അവനും വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചുഹുണും സുഹുൺ ഇരുന്ന സ്ഥലത്തേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ഞാൻ എന്റെ ചേച്ചിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേയധികം കാര്യങ്ങളൊക്കെ പറയുവാനായിട്ടുണ്ട്. പക്ഷെ ആരോട് പറയണമെന്നൊന്നും തന്നെ അറിയാതെയാണ് ഞാൻ ഇരിക്കുന്നതെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ഞാനും നല്ലൊരു കേൾവിക്കാരനാണ്, നിനക്കും എന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാമെന്നൊക്കെ അവനും അറിയിക്കുന്നു. പക്ഷെ അവൾക്കും ഒരുപാട് വിഷമമൊക്കെ ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അവൾ കരയുന്ന സമയത്ത് അവനും അവളെ സമാധാനിപ്പിക്കുന്നു. ഐക്കോണിക് ബയോടെക്നോളജി കമ്പനിയിലെ പാർക്കൊക്കെ ഇപ്പോൾ ജൂണിനെ കാണുവാനായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. റിസർച്ചറിന് ആവശ്യമുണ്ടെന്നൊക്കെ നേരത്തെ അയാൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ജൂണും അതിന് പറ്റിയ ആൾക്കാരുടെ ലിസ്റ്റൊക്കെ ഇപ്പോൾ അയാളെയും കാണിച്ചൊക്കെ കൊടുക്കുന്നു. ഞാനും ഒരു റിസർച്ചർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ തിരക്കിലൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. കമ്പനിയുടെ കാര്യങ്ങളൊന്നും തന്നെ അത്രയ്ക്ക് നന്നായി എനിക്ക് നോക്കാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ വരും. പിന്നെ ഞങ്ങളുടെ കമ്പനിയും കുറച്ചുകൂടി ആൾക്കാരെയൊക്കെ കൂട്ടുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തുടർന്നും ഒരുപാട് ആൾക്കാരെയൊക്കെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് എടുക്കേണ്ടതായിട്ട് വരും. സോ നിങ്ങളും ഒഫീഷ്യലായിട്ടുള്ള ഞങ്ങളുടെ സെർച്ച് ഫോം ഒക്കെ ആകാമോ എന്നൊക്കെ ജിയുടെ അടുത്തും അവന് ചോദിക്കുന്നു. ഇനി ഏത് ജോലിക്കാരെ ആവശ്യമുണ്ടെങ്കിലും നിങ്ങളെ മാത്രം ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ അയാൾ പറയുമ്പോഴത്തേക്കും ജിയോണും ആ ഒരു ഓഫറൊക്കെ സ്വീകരിക്കുന്നു.
കിമും ആകെ വിഷമിച്ചൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും എന്താണ് കാര്യമെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഒൺഹോയും കിമ്മിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നു. അപ്പോഴായിരുന്നു നാമിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ കിമ്മും പറയുന്നത്. അതായത് ഇവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളെയൊക്കെ കാണുവാനായിട്ട് നാം പോയതൊക്കെ കിമ്മിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നാമും ആ ഒരാളും വളരെ ക്ലോസ് ആണെന്നൊന്നും തന്നെ കിമ്മിന് തോന്നിയിട്ടുമുണ്ടായിരുന്നില്ല. അതുകൂടാതെ കിമ്മിനെ കാണുവാനായിട്ടൊക്കെ നാം എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. നെക്സ്റ്റ് പ്രൊജക്റ്റ് ഒക്കെ നമുക്ക് കിട്ടിയതിനെ കുറിച്ചൊക്കെ നാമും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അവൻ ഈ ഒരു ഫീൽഡിലല്ല വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അറിയാതെ ജേർണലിസ്റ്റും ലോയേഴ്സുമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുവാനായിട്ട് പോകുന്നതെന്നൊക്കെ അവനോടും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിനെ അവൻ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കും ചെറിയൊരു സംശയമൊക്കെ തോന്നുകയാണ്. അവനെങ്ങാനും ഹൈജിന് കീഴിലാണോ വർക്ക് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്നൊക്കെ കിമ്മും ഉൺഹോയുടെ അടുത്തൊക്കെ തുറന്നു പറയുന്നു. ഉൺഹോയും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നാം വർക്ക് ചെയ്യുന്നത് ഹൈജിന്റെ കീഴിലുള്ള കരിയർ വേയിലാണെന്നൊക്കെ ഉൺഹോയും എല്ലാവരും തന്നെ അറിയിച്ചിരിക്കുകയാണ്. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. അവനും വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ ആയിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൻ ഇതുപോലെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നൊക്കെ കിമോൻ തുറന്നു പറയുന്നു. ഈ ഒരു സമയത്ത് അവനെങ്ങാനും നമ്മുടെ കമ്പനിയിൽ നിന്ന് പോകുന്ന സമയത്ത് കമ്പനിയുടെ ഡേറ്റാബേസ് വല്ലതും ചോർത്തിക്കൊണ്ടായിരുന്നോ പോയിട്ടുണ്ടായിരുന്നതെന്നൊരു സംശയമൊക്കെ ഗ്യൂറുമും പറയുന്നു. എന്തായാലും നമ്മൾ മറ്റൊരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് ജിയോണും എല്ലാവരും തന്നെ അറിയിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ പ്രകാരം കിമു നാമിനെ കാണുവാനായിട്ടൊക്കെ എത്തുന്നു. നാം സ്ഥിരമായിട്ട് തന്നെ കിമ്മിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ പോലും കിമ്മും റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ കിമ്മായിട്ട് തന്നെ നാമിനെ കാണുവാനായിട്ട് എത്തിയിട്ടുള്ളത്. നീ അറിഞ്ഞതല്ലേ നെക്സ്റ്റ് കമ്പനിയുടെ പ്രൊജക്ടിനെ കുറിച്ചൊക്കെ? അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ബിസി ആയിരുന്നു. എന്തായാലും ഒടുവിലായിട്ട് എനിക്ക് കാൻഡിഡേറ്റ്സിനെ എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. തിരക്കായിരുന്നത് കൊണ്ട് ഞാനും ഒന്ന് റെസ്റ്റ് റൂമിലൊക്കെ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് കിമ്മും പെട്ടെന്ന് തന്നെ റെസ്റ്റ് റൂമിലേക്കൊക്കെ പോവുകയാണ്. ഈ ഒരു സമയത്ത് കിമ്മിന്റെ കയ്യിലുണ്ടായിരുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ ടേബിളിൽ വെച്ചിട്ടായിരുന്നു അവനും പോയത്. പക്ഷേ ഡോക്യുമെന്റിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നാമും നോക്കുന്നു. ഇവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള കുറച്ച് കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അത് നാം കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ അതായിരിക്കും റിയൽ ആയിട്ടുള്ള ഫൈനൽ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്നൊക്കെ നാമും വിചാരിക്കുന്നതാണ്. സോ അങ്ങനെ നാമിനെ പറ്റിക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് അവരും പറയുന്നത്. അങ്ങനെ ഇരിക്കെ റിയൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ഇപ്പോഴാണ് അവരും തീരുമാനിക്കുവാനായിട്ട് തുടങ്ങുന്നത് പോലും. നെക്സ്റ്റ് കമ്പനിയുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഒരുപാട് ആൾക്കാരൊക്കെ റിസൈൻ ചെയ്തു പോകുന്നു എന്നതാണ്. അതും പ്രധാനപ്പെട്ട പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ റിസൈൻ ചെയ്തു പോവുക. പ്രോഗ്രാമിങ്ങിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനിയൊക്കെയാണ് നെക്സ്റ്റ്. അങ്ങനെ ഇരിക്കെ പ്രോഗ്രാമിംഗ് ഒന്നും അറിയത്തില്ലാത്ത പോസ്റ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് വളരെയധികം വിവേചനത്തോടു കൂടിയാണ് അവരും പെരുമാറാറുള്ളത്. പക്ഷേ പ്രോഗ്രാമിംഗ് അറിയത്തില്ലാത്ത ആൾക്കാര് എക്സിക്യൂട്ടീവ് പോസ്റ്റിലൊക്കെ ആയിരിക്കും ഇരിക്കുക. അതുകൊണ്ട് തന്നെ അവരങ്ങനെ കമ്പനി ഒന്നും മാറാറില്ല. പക്ഷെ വലിയ വലിയ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർ കമ്പനി മാറുകയോ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിന്നും തന്നെ പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും കമ്പനിക്കകത്ത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമൊക്കെ നടക്കുന്നതെന്ന് ഉൺഹോയും ജൂനെ അറിയിക്കുന്നു. സോ ഈ ഒരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിക്കുള്ള ഒരു സിഒനെയൊക്കെയാണ് നമ്മളും സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ അവരും തീരുമാനിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.